നമസ്കാരം. ഇന്ത്യയുടെ മറ്റൊരു വലിയ നയതന്ത്ര വിജയമാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യയുടെ കപ്പലുകൾക്കും ഗതാഗതം നടത്തുവാനുള്ള അനുമതി ഇറാൻ നൽകിയതോടുകൂടി സാധ്യമായിരിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് നിലവിൽ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ സഖ്യകക്ഷികളുടെ കപ്പലുകൾക്കും മാത്രമാണ് നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ നിയന്ത്രണമുള്ളത്. IRB വഴി, ഇറാന്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്ററായ IRIB വഴിയാണ് വ്യാഴാഴ്ച ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് പാസുകളിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്. ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം ലോകത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. അതായത് ഊർജ പ്രതിസന്ധിയിലേക്ക് ലോകം അക്ഷരാർത്ഥത്തിൽ ചെന്നു വീഴുന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ ഹോർമുസ് കടലിടുക്ക്, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത സൈന്യം ഇറാനെ ആക്രമിച്ചത് മുതൽ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുകയാണ്. യുദ്ധസമയത്ത് ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രിക്കാനുള്ള അവകാശം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിൽ നിക്ഷിപ്തമാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായിട്ട് തന്നെ ഈ മേഖലയിലെ നിയന്ത്രണം ഇറാനിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ ജലപാതയിൽ കൂടി ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും കപ്പലുകൾക്ക് യാതൊരു വിധത്തിലും അനുമതി നൽകില്ല എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കാരണവശാൽ ഇതുവഴി ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കപ്പലുകൾ വന്നു കഴിഞ്ഞാൽ അവരെ ആക്രമിക്കും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധസമയത്ത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ രീതിയിൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഒരു നിയന്ത്രണം ഇറാൻ നടപ്പിലാക്കിയിരിക്കുന്നത്. ശനിയാഴ്ച ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലിൻ്റെയും സംയുക്ത സൈനിക നടപടി ആരംഭിച്ചതു മുതൽ ഈ കടലിടുക്ക് പ്രായോഗികമായി തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. എണ്ണവില ഇതോടുകൂടി കുത്തനെയാണ് ഉയർന്നിരിക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിലൊക്കെ ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. യുദ്ധം ഇനി എത്ര നാൾ നീണ്ടുപോകും എന്നറിയില്ല. നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഇറാൻ ഏകദേശം 3 മാസത്തോളം പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മിസൈൽ ശേഖരമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ 3 മാസത്തോളം ഇങ്ങനെ ഈ യുദ്ധം തുടർന്നു പോയാൽ തീർച്ചയായിട്ടും വലിയ ഊർജ പ്രതിസന്ധി ലോകത്തുണ്ടാകും എന്ന് ഉറപ്പാണ്. അമേരിക്ക യുദ്ധം തുടങ്ങുന്നതിന് മാത്രമേ ശുഷ്കാന്തി കാണിച്ചുള്ളൂ. എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപിന് അറിയാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ട്രംപ് മാത്രമായിരിക്കില്ല ഇപ്പോൾ കുറ്റക്കാരായി വരുന്നത്. അമേരിക്കയുടെ സെനറ്റ് ഉൾപ്പെടെയുള്ള അതിൻ്റെ അംഗീകാരം ഇപ്പോൾ ട്രംപിന് കിട്ടിയതിൻ്റെ കൂടെ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ രാജ്യം മൊത്തം ഈ യുദ്ധത്തിന് തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരും. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇറാനെതിരെ ഈ സംയുക്ത സൈന്യം ആക്രമണം നടത്തിയതിൽ കൃത്യമായൊരു ന്യായീകരണം ഉണ്ട് എങ്കിലും ഈ യുദ്ധം എത്രത്തോളം നീണ്ടുപോയാൽ തീർച്ചയായിട്ടും ലോകത്തിന് ഇത് വലിയ പ്രതിസന്ധിയായിരിക്കും ഉണ്ടാക്കുക. കാരണം ആയത്തുള്ള അൽ ഖമനായിയെ പോലുള്ള ഒരു ഏകാധിപതി ജീവിച്ചിരിക്കുന്നത് ലോകത്തിന് വലിയ ദോഷം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇസ്രായേലിനെതിരെ വളരെ കൃത്യമായുള്ള യുദ്ധം നടത്തുകയും ഇസ്രായേലിനെ നശിപ്പിക്കുകയും 2040 ഇസ്രായേലിനെ നശിപ്പിക്കണം എന്ന പ്രഖ്യാപനം നടത്തിയ നേതാവാണ് ആയത്തുള്ള അലി ഖമൈനി. ഇത്തരത്തിലൊരു ഏകാധിപതി, അതോടൊപ്പം തന്നെ ഭീകരവാദത്തെയും കൂടി പാലൂട്ടി വളർത്തുന്ന ഒരു നാടാക്കി ഇറാനെ മാറ്റിയെടുക്കുകയും ഇറാന്റെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയും അവിടുത്തെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയും അവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ, അതായത് പർദ്ദ ധരിക്കാതെ പുറത്തിറങ്ങിയാൽ പോലും അവർ ആക്രമിക്കപ്പെടുന്നത്, അതായത് നിയമപരമായി തന്നെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇറാനിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തെ നിയന്ത്രിക്കുന്ന, അത്തരമൊരു സാഹചര്യത്തിന് അനുമതി നൽകുന്ന ഒരു ഭരണാധികാരിക്ക് ഒരു കാരണവശാലും അത്തരമൊരു ഭരണാധികാരി ഈ നൂറ്റാണ്ടിൽ ഭരിക്കുവാൻ പാടുള്ളതല്ല. തീർച്ചയായിട്ടും ഇറാനിൽ അത്തരമൊരു ഭരണ മാറ്റം ഇറാനിയൻ ജനത കൂടി ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആഭ്യന്തരമായിട്ടും അവർ വലിയ ഒരു പ്രക്ഷോഭം തന്നെയാണ് നേരത്തെ നടത്തിയിരുന്നത്. ഇനി വീണ്ടും ആ പ്രക്ഷോഭം തുടർന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു ഊർജ പ്രതിസന്ധിയിലേക്ക് ലോകത്തെ നയിക്കുമ്പോൾ എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കുകയും യുദ്ധത്തിന് ഒരു കടിഞ്ഞാണിടുകയും ചെയ്യേണ്ടതിൻ്റെ ഒരു ബാധ്യത ഇസ്രായേലിനും അമേരിക്കയ്ക്കുമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കാര്യത്തിലും കൂടി ഒരു പോംവഴി ഇവർ കണ്ടെത്തേണ്ടതാണ്. ചൊവ്വാഴ്ച ചൈനീസ് പതാകയുള്ള കപ്പലുകൾക്ക് മാത്രമായിരുന്നു നേരത്തെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തിനുള്ള അനുമതി നൽകിയിരുന്നത്. കാരണം ഇറാന് ഈ വളരെ ഒരു സങ്കീർണമായൊരു സാഹചര്യത്തിൽ ഇറാനൊപ്പം ചൈന നിന്നതിൻ്റെ ഒക്കെ നന്ദി സൂചകമായിട്ടാണ് ഈ മേഖലയിൽ കൂടി ചൈനയുടെ കപ്പലുകൾക്ക് സഞ്ചാരം നടത്തുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവർ നൽകിയത്. എന്നാൽ ഇന്നലെ വ്യാഴാഴ്ചയോടുകൂടി ഇന്ത്യൻ കപ്പലുകൾക്കും ഹോർമുസ് കടലിടുക്ക് വഴി ഗതാഗതം നടത്തുവാനുള്ള അവകാശം നൽകിയിരിക്കുകയാണ്, അതിനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. ഈ പോരാട്ടം ആരംഭിച്ചത് മുതൽ
ഇറാൻ ഈ ചാനൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇത് ആഗോള വിതരണ ശൃംഖലയെ വളരെ വലിയ രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള എണ്ണയുടെ ഏകദേശം 1/5 ഈ കടലിടുക്ക് വഴിയാണ് സഞ്ചാരം നടത്തുന്നത്. ഇത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫ് യുദ്ധം വളരെയധികം ശക്തമാണ്. ഇറാൻ, ഒമാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജലപാതകളിൽ ഒന്നായ ദുബൈയിലെ ജബൽ അലി തുറമുഖത്തിലേക്കുള്ള ഏക പാതയാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു പാത അടച്ചിടുന്നത് ഒരു കാരണവശാലും അഭികാമ്യമല്ല. ഹോർമൂസ് കടലിടുക്ക് ഇതിനു മുമ്പ് ഒരിക്കലും വാണിജ്യ കപ്പൽ ഗതാഗതത്തിന്മേൽ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നു. 1980 മുതൽ 88 വരെയുള്ള ഇറാൻ യുദ്ധകാലത്ത് പോലും എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ഈ മേഖലയിലൂടെയുള്ള വ്യാപാര ഗതാഗതം തുടർന്നിരുന്നു. എന്നാൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പൊടുന്നനെ തന്നെ ഇറാൻ പ്രഖ്യാപിക്കുകയായിരുന്നു ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടും എന്ന്. ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് തന്നെ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുകയും ആ മേഖലയിലെ നിയന്ത്രണം ഇറാന് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇറാൻ ഇപ്പോൾ തുടർച്ചയായ ആക്രമണമാണ് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ നടത്തുന്നത്. ഇതിലൂടെ ആ മധ്യേഷ്യൻ രാജ്യങ്ങളുടെ നിയന്ത്രണം കൂടി ഇറാൻ കൈക്കലാക്കുകയും കൈപ്പിടിയിൽ ഒതുക്കുകയും കൂടിയുള്ള ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടായിരുന്നു. എന്തായാലും യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നത് ഒട്ടും ആശാസ്യകരമായ കാര്യമല്ല. ഒപ്പം ഇറാന്റെ ഈ ഏകാധിപത്യ ശൈലി അവസാനിപ്പിക്കേണ്ടതുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.